അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലുള്ള ഒരു കഥ കൂടിയാണ്. അതായത് ഒരിക്കൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുജന്മാരൊന്നായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവരോട്, ഇനി നമ്മുടെ ഇവിടേക്ക് ഇനി ആദ്യമായിട്ട് വരുന്ന ആൾ സ്വർഗവാസികളിൽപ്പെട്ട ആളാണ് എന്ന് മുൻകൂട്ടി സ്വഹാബാക്കളോട് പറയണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നു. അയാൾ വുളു എടുത്ത് അയാളെ താടിയൊക്കെ നനഞ്ഞ ആ അവസ്ഥയിൽ ഒരാളാണ് വന്നത്. ഇതേ സമയത്ത് ഇതേ അവസ്ഥയിൽ തന്നെ രണ്ടാമത്തെ ദിവസവും ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയണം, ഇനി ഇവിടേക്ക് വരുന്ന ആൾ സ്വർഗവാസികളിൽപ്പെട്ട ആളാണ്. അപ്പോഴും ഇതേ സംഭവം ആണ് ആവർത്തിച്ചത്. മൂന്നാമത്തെ ദിവസവും ഇതേ സംഭവം എന്ത് ചെയ്യണം ആവർത്തിച്ച് ഇതേ സംസാരവും ഇതേ സംഭവവും നടന്നു. ഈ വന്ന വ്യക്തിയൊക്കെ ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അത് കേട്ട ഒരു വൃന്ദമുണ്ടല്ലോ, ഒരു കൂട്ടം, അതിൽപ്പെട്ട ഒരാൾ, ഒരു സ്വഹാബി എന്ത് ചെയ്തു, ഇയാളെക്കുറിച്ച് ഒന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുടർന്നു. ആ പിന്തുടർന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കൂടെ കൂടാൻ വേണ്ടി തീരുമാനിച്ച ആൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വാപ്പയുമായിട്ട് തെറ്റി 3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞൊരു ആ രൂപത്തിലൊരു വാക്ക് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തോ ചെറിയ പ്രശ്നത്തിലാണ്. അപ്പോൾ ആ 3 ദിവസം ഞാൻ നിങ്ങളെ കൂടട്ടെ എന്ന പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് അയാൾ പറഞ്ഞു അതെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്തുടർന്ന ശേഷം 3 ദിവസം ഒരാളെ കൂടെ പിന്തുടർന്നാൽ അറിയാലോ അയാൾ രാവും പകലും എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗവാസികൾപ്പെട്ട ആളാണെന്ന് പറയാൻ മാത്രം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വിലയിരുത്താൻ വേണ്ടി കൂടി അനുവാദം കിട്ടി, കൂടി. അങ്ങനെ അദ്ദേഹം രാത്രി പകലും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കണ്ടിട്ടും ഇയാൾക്ക് പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും തോന്നിയില്ല. രാത്രി നേരത്തെ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതൊന്നും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ വീണ്ടും ഇയാൾക്ക് എന്ത് ചെയ്യാണ്, ജിജ്ഞാസ കൂടുകയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞു, രാത്രി ഇങ്ങനെ ഉറക്കിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതായി കണ്ടിട്ടുണ്ട്, സുബ്ഹിക്ക് കൃത്യമായിട്ട് എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇയാൾക്ക് ഈ കർമ്മങ്ങളൊന്നും കണ്ടിട്ട് ഇയാൾക്ക് ഇത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മാത്രം എന്താണുള്ളത് എന്നുള്ള ആ ഒരു ചിന്ത പിന്നെയും ബാക്കി നിൽക്കണം. അങ്ങനെ അദ്ദേഹം ഈ മനുഷ്യനോട് പിന്നെ ചോദിച്ചു, 3 ദിവസം കഴിഞ്ഞ് ആ സമയത്ത് ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ പിതാവുമായിട്ടിങ്ങനെ ആ 3 ദിവസം കഴിഞ്ഞിട്ടേ വരൂ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു പിണക്കം ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളെ കൂടിയത്. നിങ്ങളെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായി ചെയ്യുന്നത്, ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഞാൻ ഇതിലപ്പുറമൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാറൊന്നുമില്ല, പക്ഷേ ഞാൻ എൻ്റെ പിതാവുമായിട്ട് ആരുമായിട്ടും പിണങ്ങി നിൽക്കുന്നില്ല. പിതാവുമായിട്ടെന്ന് മാത്രമല്ല, ആരുമായിട്ടും പിണങ്ങി നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആരോടും പകയോ വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ ആരെയും വഞ്ചിക്കാറില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായി പറഞ്ഞു കൊടുത്തത്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതൊരു ഹദീസിൽ വന്ന, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ വന്നൊരു സംഗതി കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ വെച്ചാൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒന്നാണെങ്കിലും എല്ലാ ദിവസവും കേൾക്കേണ്ട ഒരു കാര്യമാണിത്. അതായത് നമുക്ക് കേട്ട് പരിചയം, ചില ആൾക്കാർക്ക് പുതുതായി കേൾക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ ചില ആളുകൾക്ക് ഇതിൻ്റെ ഈ ഒരു കഥ, ഈ ഒരു സംഭവമായിട്ടൊക്കെ പ്രസംഗത്തിലൂടെയൊക്കെ ധാരാളം കേൾക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ തോന്നിയത് എല്ലാ ദിവസവും നമ്മളിത് കേൾക്കണം. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിലേക്ക് ഓരോരുത്തരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു കൂടുന്നുണ്ട്. കാരണം ജീവിതത്തിൽ വ്യത്യസ്ത ആളുകളും വ്യക്തികളുമായിട്ടും നമ്മൾ സഹവസിച്ച് പോകുമ്പോൾ പലരും നമ്മുടെ ഹൃദയത്തിൽ എവിടേക്കോ നമ്മൾ മാറ്റി നിർത്തപ്പെട്ട ആളുകളുണ്ടാവും. ചില ആളുകളെ നമ്മൾ ബോധപൂർവം അവഗണിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകളോട് പ്രത്യേക കുശുമ്പും വെറുപ്പും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ ഒരു ഈഗോ ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വെറുപ്പോ വിദ്വേഷമോ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരം പ്രവർത്തനത്തിൻ്റെ ഫലമായി മനസ്സിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായും മനുഷ്യന് വന്നു പോകുന്ന ആ സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം.
പക്ഷേ പിശാച് പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളിലൂടെ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു പിണക്കത്തിൻ്റെ പേരിലുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ നിരന്തരമായി മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയും ആ ആളോടുള്ള വെറുപ്പിനവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ നിലനിൽക്കുന്ന വെറുപ്പുകളാണ് ഈ പറഞ്ഞ രൂപത്തിൽ അവൻ്റെ സ്വർഗത്തെ തടയുന്നതെന്ന് പറഞ്ഞല്ലോ. അതെ അതെ, ഇന്ന ഷൈത്വാൻ ഇൻസാനി അദുവ്വം മുബീന എന്നാണല്ലോ. അതെ, ശരിക്കും പിശാജാണ് ശരിക്കും ഈ അദാബത്തും ബഗ്ദാവും അല്ലെ, ശത്രുതയും പകയും ഉണ്ടാക്കുന്നത് പിശാജിന്റെ പ്രവർത്തനമാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലോകത്ത് നിന്ന് കാണുന്ന എല്ലാ സമാധാനത്തിൻ്റെയും അസ്വസ്ഥതയുടെയും കണ്ണീരിൻ്റെയും വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഈ അദാവത്ത് തന്നെയല്ലേ, ഈ ബഗ്ദാവും അദാവത്തുമാണല്ലോ. അതാണല്ലോ മനുഷ്യൻ്റെ മനസ്സിനെ ബാഹ്യമായിട്ട് ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനോട് ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ മാനസികാവസ്ഥ മാറുന്നത് ആ വെറുപ്പ്, വിദ്വേഷം അത് വരുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. അത് നിലനിൽക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ അസ്വസ്ഥതയിലേക്കും സംഘർഷത്തിലേക്കും പോകുന്നു. ഫലസ്തീനിൽ അത്രയും വലിയൊരു സമൂഹത്തെ കൊന്നുകൊടുക്കാൻ അവരുടെ ഉള്ളിലുള്ള അവരോട് മുസ്ലിങ്ങളോടുള്ള അദാവത്താണ്. അതെ അതെ, തീർച്ചയായും അത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇപ്പോൾ സമകാലികമായി നടന്ന സംഭവങ്ങളൊക്കെ, കൊലപാതകങ്ങളാവട്ടെ, മറ്റുള്ള ലഹരി എന്താവട്ടെ, ഇവിടെയൊക്കെയുള്ള പ്രശ്നം ശരിക്ക് ഒരു മർമ്മപ്രധാനമായ പ്രശ്നം ആലോചിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളാണ് അതിൻ്റെ ഒരു കാരണമായിട്ട്. മറ്റെന്തുണ്ടെങ്കിലും ഒരു അടിസ്ഥാന കാരണമായിട്ട് ഇങ്ങനൊരു സംഭവമാണ് അല്ലേ? അതെ അതെ, കറക്റ്റാണ്. അപ്പോൾ അത്തരം മാനസികമായിട്ടുള്ള അവസ്ഥകൾ ചികിത്സിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഭൗതികമായ ഒരു സംവിധാനം കൊണ്ടത് സാധ്യമല്ല. മറ്റുള്ള ഒരു സംവിധാനം കൊണ്ടും ഒരു ചികിത്സ കൊണ്ടും സാധ്യമല്ലാത്ത സാധ്യമാവുന്ന ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസവും ആ ഇഖ്ലാസാണ്. നിഷ്കളങ്കമാക്കുന്ന ഒരു സംഗതിയാണ്. പടച്ചോ മാത്രം എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ആ വെറുപ്പ് ഒഴിവാക്കുക. അവിടെ പിന്നെ ഒന്നുമില്ല, പോട്ടെ, എല്ലാറ്റിൽ നിന്നും സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പം അവനും തൻ്റെ പടച്ചോനും എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയാൽ മറ്റേതൊക്കെ എന്ത് ചെയ്യാം. അല്ലാത്ത നിലക്ക് നമുക്ക് ആ വെറുപ്പിനെ മാറ്റാൻ കഴിയില്ല. കുറച്ചൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ, പിന്നെ ഉള്ളിൽ വരും. അപ്പോൾ അവിടെ ആകെയുള്ള പരിഹാരം നമ്മളോട് ചെയ്ത അനീതി, വെറുപ്പ്. ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെ ഇരിക്കാം. അല്ല, വേറൊന്നുണ്ട്, ചിലപ്പോൾ ഉള്ള കാര്യത്തിനുള്ളതും ഉണ്ടാവും. അതെ അതെ, എന്നാലും ഇത് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിലൊരു വാക്ക് മഖ്മൂമുൽ ഖൽബ് എന്നുള്ളൊരു പദമുണ്ട്. ശരിക്കും അതിൻ്റെ അർത്ഥം ശരിക്ക് പറഞ്ഞാൽ ഹൃദയത്തെ അടിച്ചു വാരിയവൻ. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇനി തോന്നിയ ഈ പറഞ്ഞ ഈഗോ സെൻട്രിക് സംഗതികളാണെങ്കിലും ഹൃദയത്തെ ശരിക്കാണ് അടിച്ചു വാരനെ വേണം. അപ്പോഴേ ഇത് ശരിക്ക് ഇതിനൊരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് വരുള്ളൂ. അത് അതിനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ ചിന്തിച്ചാലും നമ്മളോട് പറഞ്ഞ വാക്കുകൾ, കുത്തുവാക്കുകൾ, മനുഷ്യനോട് ചെയ്യിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അമ്പുകളാണത്. തറച്ച ആ വേദന ഉണ്ടാവും. ആളുകളെ മുമ്പിൽ അപമാനിച്ചത്, നമ്മുടെ അഭിമാനക്ഷതം നടത്തിയിട്ടുള്ളത്, നമ്മൾ അവഗണിച്ചത്, അതും ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അതിനോടുള്ള ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വിഷമം എത്രയിരിക്കും. ഈ സകല അപമാനവും വെറുപ്പും വിദ്വേഷവും ലോകത്തിന് ഒരു വ്യക്തിക്കും കിട്ടാത്ത അത്രയും വലിയ വെറുപ്പും വിദ്വേഷവും കിട്ടിയ ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ മാത്രം വലിയ അപഹാസ്യങ്ങളേറ്റ അടി കിട്ടുക എന്ന് പറയുമ്പോൾ ആ അടി വേദന മാറും. പക്ഷെ അതിലും വലിയെന്നായിരുന്നല്ലോ റസൂലിനോട് അവർ കാണിച്ചിരുന്നത്. തീർച്ചയായും അത് വാക്കുകൾ, ആക്ഷേപ സ്വരങ്ങൾ എത്രമാത്രമായിരുന്നു. അപ്പോൾ അവിടെയാണ് ദീൻ കൊണ്ട് മാത്രമേ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ നിൽക്കും താൽക്കാലികമായിട്ടൊക്കെ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരം കാര്യങ്ങൾ ശരിക്കും കുറച്ച് സഹിച്ച് ക്ഷമിച്ച് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ തേടി ആ നിലക്ക് മടങ്ങാനുള്ളൊരു മനസ്സ് വിശ്വാസിക്ക് ഉണ്ടായാൽ, മനുഷ്യനുണ്ടായാൽ സ്വാഭാവികമായും അത് സ്വർഗത്തിലേക്കുള്ള വഴി തന്നെ. കാരണം അവിടെ പിശാചിന് പിന്നെ ഇടമില്ല. കാരണം പിശാച് കണക്ട് ചെയ്യാൻ വഴിയില്ല പിന്നെ അവിടെ. അതെ അതെ, ഇങ്ങനെ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകാനുള്ള വെറുപ്പും ബുദ്ധിയും മനുഷ്യൻ്റെ ഫിസിക്കൽ വരെ മനുഷ്യൻ ആകതായി പോകുന്നതാണല്ലോ അതിലേക്ക് മനഃശാസ്ത്രപരമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പോൾ ഏതായിരുന്നാലും വളരെ പ്രസക്തമായ ഒരു ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചില ചിന്തകൾ നമുക്ക് ഈ സമയത്ത് ലഭിക്കുകയുണ്ടായി.